നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടിയിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ വൈകുന്നേരമാണ് ഊട്ടിയിൽ ടോയ് ട്രെയിനിൽ ഊട്ടിയിലൊന്ന് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് എത്തി. അപ്പം ഓട്ടോയിൽ വന്നതിന് നമുക്ക് 400 രൂപയാണ് അവർ ചാർജ് ചെയ്തിരുന്നത്. അതിനുശേഷം അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ക്യാബ് ഫെസിലിറ്റി ഉണ്ട്, 9 മണിക്ക് അവർ ക്യാബ് വരും. അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ രാവിലെ 7 മണി സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ഈ മഞ്ഞ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും. നമ്മൾ ടാക്സി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് കർണാടക ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷം കർണാടക ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഗാർഡനാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഗാർഡനിൽ കയറാനായിട്ട് 200 രൂപയാണ് 2 പേർക്കുള്ള ടിക്കറ്റ്. നമുക്ക് അകത്ത് പോയിട്ട് ഇനി ഗാർഡന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഗാർഡനിലെത്താൻ പറ്റും. സ്കൂൾ കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് റേറ്റ് കുറവാണ് കേട്ടോ. അതായത് 10th വരെയുള്ള കുട്ടികൾക്ക് ഒരു 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇനി കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 20 രൂപയെ ഈടാക്കുന്നുള്ളൂ. പിന്നെ ID കാർഡ് കാണിക്കേണ്ടതുണ്ട്. ഇതാ ഇവിടെ കല്ലുകൊണ്ട് നിർമ്മിച്ച ആനകളൊക്കെ നിൽപ്പുണ്ട്. 38 ഏക്കറിലുള്ള വിശാലമായ ഗാർഡനാണിത്. ഊട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ എല്ലാ മെയിൻ്റെനൻസും നോക്കുന്നത് കർണാടക ഗവൺമെൻറ് ആണ് കേട്ടോ. ഈ ഗാർഡനിൽ പ്രവേശനം തുടങ്ങിയത് 2018-ലാണ്. ഊട്ടിയുടെ ക്ലൈമറ്റിൽ വളരുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളത്. എല്ലാം കാണാൻ വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള ഗാർഡനാണ്. എന്തായാലും ഊട്ടി വരുമ്പോൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഏകദേശം 50,000-ഓളം പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ചെടികളെയും പൂക്കളെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നഴ്സറിയും ഉണ്ട്. ഇതൊരു ഗ്ലാസ് ഹൗസ് ആണ് കേട്ടോ. കയറി കഴിഞ്ഞാൽ ഇതിൽ അത്രയും കാക്ടസ് ആണുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്ത ചെടികളാണ് ഇതൊക്കെ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് സാധാരണ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരുപാട് വെറൈറ്റികളാണ് കേട്ടോ. ഇവിടേക്കുള്ളത് നമ്മൾ അവിടെ അധികം വളരാത്ത ചെടികളാണ്. ഇതിനകത്തായിട്ട് ഒരു കുഞ്ഞ് അമ്പലമുണ്ട് കേട്ടോ. ഇതാണ് ഗാർഡനകത്തുള്ള നഴ്സറി.
ഫ്ലവേഴ്സിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. എല്ലാവരും വന്നതിന് ശേഷം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് രസമുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ഗാർഡൻ്റെ ബാക്കിലുള്ളതാണ്. ഇത് ഫ്രണ്ടിലുള്ള പൂക്കൾ കുറച്ച് കാണിച്ചു തരാം. ഇവിടെ ഫുൾ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ആണ്. പക്ഷെ മുകളിൽ നോക്കുമ്പോൾ എല്ലാം ഗ്രേപ്സ് ആണ്. ഫുൾ ഗ്രേപ്സ് കാച്ചു നിൽക്കുകയാണ്. റെഡ് കാർപ്പറ്റ് വിരിച്ചതുപോലെ ഇരിപ്പുണ്ട്. എന്തൊരു ഭംഗിയാണെന്നോ. സത്യം പറഞ്ഞാൽ ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാം അടിപൊളി പൂക്കളാണ്, എല്ലാം വെറൈറ്റി പൂക്കളും. ഇനിയുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ കുറേ ഗ്രേപ്സ് ഉണ്ട്. തത്തുന് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നഴ്സറി കണ്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. ഇനി അടുത്ത് നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിൽ കയറാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. അതിലോട്ട് പോകാനായിട്ട് നല്ല ദൂരമുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എത്താം. ഇത് കാണുന്ന പോലെയല്ല. കാണില്ലേ, ആ കാണുന്ന ബേക്കി കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. നമുക്ക് പോയിട്ട് വരാം. ഈ ബ്രിഡ്ജിൻ്റെ എൻഡിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും ഫുൾ ടീ ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ വന്നാൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ ഏലക്കുടത്തെത്തു നടക്കുന്ന ഇപ്പം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുൾ കാണാൻ പറ്റും കേട്ടോ. അതായത് എത്തുന്നുണ്ടോ, ഈ ഗാർഡൻ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ലൈഫ് സൈഡിൽ അപ്പം ബ്രിഡ്ജിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണാനുള്ള കാഴ്ചകൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ക്യാബ് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.